പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നുന്നത് എന്താ, മുട്ട ഉപ്പിലിട്ടതാണോ എന്നല്ലേ? എന്നാൽ അല്ല കേട്ടോ. മുട്ടയും കോവയ്ക്കും കൂടി ഒരു പ്ലാസ്റ്റിക് ജാറിൽ ടൈറ്റായിട്ട് പാക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. തട്ടാതെ മുട്ടാതെ പൊട്ടാതെ ഈ മുട്ടയെല്ലാം എനിക്ക് കൊച്ചിക്ക് കൊണ്ടുപോകണം, അതിനുവേണ്ടി പാക്ക് ചെയ്തതാണ്. പണ്ടൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ബേക്കറി സാധനങ്ങളായ കേക്ക്, അലുവ, ജിലേബി ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചു കൊണ്ടുപോവുക. എന്നാൽ ഇപ്പോഴോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ, നമ്മുടെ കോഴിയിടുന്ന മുട്ട, ഇതൊക്കെയാണ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. 1-2 ദിവസം മുമ്പേ മുട്ട പെറുക്കിയെടുത്ത് കൂട്ടി കൂട്ടി വയ്ക്കും. പിന്നെ പച്ചക്കറികൾ പറിച്ചു വയ്ക്കും. പോക്ക് ട്രെയിനിലാണ്. തട്ടാതെ മുട്ടാതെ ഉടയാതെയും ഈ മുട്ട ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അപ്പം തോന്നുന്ന ഒരു ഐഡിയ ആണ്, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇതെല്ലാം ടൈറ്റായിട്ട് പാക്ക് ചെയ്യാന്ന്. അങ്ങനെ മുട്ടയിട്ടു കോവയ്ക്കയിട്ടു, മുട്ടയിട്ടു കോവയ്ക്കയിട്ടു, അങ്ങനെ കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്പേസ് പോലും അതിനകത്തില്ലാന്നായി. എത്ര കുലുക്കിയാലും ഇതൊന്നും പൊട്ടൂല. ട്രെയിൻ യാത്രയാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം. എന്തൊരു റിലാക്സിങ് ജേർണിയാണ്. ഒന്നിനെക്കുറിച്ചും ആലോചിക്കുകയേ വേണ്ട. ഇന്ത്യൻ റെയിൽവേയെ ഞാൻ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നു. സീറ്റ് റിസർവേഷൻ ഉണ്ടോ? പ്ലാറ്റ്ഫോം, ബോഗി, കമ്പാർട്ട്മെൻറ്റ്, സീറ്റ് നമ്പർ എല്ലാം നേരത്തെ തന്നെ അറിയാം. ഒന്നിനെക്കുറിച്ചും ഒരാദിയും വേണ്ട. ഡ്രൈവിങ്ങിൻ്റെ ടെൻഷനില്ല. റോഡിൻ്റെ കണ്ടീഷൻ നമ്മളെ ബോധർ ചെയ്യുന്നേയില്ല. സമയത്ത് എത്തുകയും ചെയ്യും. കാറ്റോ മഴയോ വെയിലോ എന്തു വന്നാലും നമുക്ക് നോ പ്രോബ്ലം. കൊച്ചി എത്തുന്നത് വരെ സിനിമ കാണാം, പാട്ട് കേൾക്കാം, ന്യൂസ് പേപ്പർ വായിക്കാം, കാഴ്ച കാണാം, എന്ത് വേണേൽ ചെയ്യാം. കയ്യിലുള്ള ഫുഡ് കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ കാര്യവും തീരുമാനമായി. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒറ്റ മുട്ട പോലും പൊട്ടിയില്ല. നമ്മുടെ പാക്കിംഗ് ഐഡിയ ഉഗ്രനായിരുന്നു. ഒരേ സമയം മുട്ടയും കോവയ്ക്കയും സേഫായിട്ട് അവളുടെ കയ്യിലെത്തി. ഐഡിയ കൊള്ളാമല്ലേ? ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി.